ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1937 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവിശ്യകളിൽ അധികാരത്തിൽ വന്ന പാർട്ടി. ഇന്ത്യക്കാരുടെ പ്രതിഷേധം വഴിമാറ്റിവിടാനുള്ള സേഫ്റ്റി വാൽവ് എന്ന നിലയിൽ രൂപം കൊടുത്ത സംഘടന എന്നു ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്ന പ്രസ്ഥാനം. തിരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസ്ഥാനം. ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പഴക്കം ചെന്നത്. 24 അക്ബർ റോഡ്, ന്യൂഡൽഹിയാണ് സംഘടനയുടെ ആസ്ഥാനം. മുസ്ലിം ലീഗുമായി 1916 ലക്നൗ ഉടമ്പടിയിലേർപ്പെട്ട സംഘടന. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ആസ്ഥാനമാണ് ഇന്ദിരാഭവൻ. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന റിട്ടയർഡ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സ്ഥാപിച്ച സംഘടന. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ 1885 രൂപം കൊണ്ട സംഘടന. ഈ സംഘടനയുടെ അംഗത്വമാണ് ഗാന്ധിജി 1934 രാജിവെച്ചത്. 1884 രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടന 1885 സ്വീകരിച്ച പേര്. 1952 പൊതു തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചിഹ്നമായിരുന്നു നുകം വച്ച കാള. 1971 പൊതു തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചിഹ്നമായിരുന്നു പശുവും കിടാവും. 1969 പിളർന്ന രാഷ്ട്രീയ പാർട്ടി. 1977 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട പാർട്ടി. ഈ സംഘടനയെയാണ് ലോക് സേവാ സംഘ് എന്ന പേരിൽ പരിവർത്തനം ചെയ്യാൻ 1948 ഗാന്ധിജി നിർദ്ദേശിച്ചത്. ഇന്ത്യയിൽ രാഷ്ട്രപതിയായവരിൽ ഭൂരിപക്ഷവും ഈ പാർട്ടിക്കാരായിരുന്നു. ഈ പാർട്ടിയെ പ്രതിനിധാനം ചെയ്താണ് മഹാത്മാഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 2010 125ാം വാർഷികം ആഘോഷിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പാർട്ടി. ബംഗാൾ വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സംഘടന. 1946 അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാരിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഈ പാർട്ടിക്കാരായിരുന്നു. ഈ പാർട്ടിക്കാണ് മോട്ടിലാൽ നെഹ്റു അലഹബാദിലെ തൻ്റെ ഭവനം ദാനം ചെയ്തത്. 1967 തിരഞ്ഞെടുപ്പോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുൻതൂക്കം നഷ്ടപ്പെട്ടു. 1907 മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നു. കേരള സംസ്ഥാനത്തെ പ്രഥമ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് 1957 അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് നേടിയ പാർട്ടി ഇതായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി. 1ാം ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി. ലോകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടി അധികാരത്തിലെത്തിയ പാർട്ടി എന്ന വിശേഷണം സ്വന്തമാക്കി. ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പാർട്ടി. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷി. മുസ്ലിം ലീഗ് നേതാവാകുന്നതിന് മുൻപ് മുഹമ്മദ് അലി ജിന്ന പ്രവർത്തിച്ചിരുന്ന പാർട്ടി. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. ഇതിൻ്റെ കേരള ഘടകമാണ് ജയ്ഹിന്ദ് ചാനൽ ആരംഭിച്ചത്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിലെ പ്രധാന രാഷ്ട്രീയ കക്ഷി.